എന്റെ പരീക്ഷ പൊട്ടിയാലോ? അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹിച്ച ജോലി കിട്ടിയില്ലെങ്കിലോ? ഇങ്ങനെ ഒരു ചെറിയ സംശയത്തിൽ നിന്ന് തുടങ്ങി പിന്നതങ്ങനെ വളർന്ന് നിങ്ങളെ ഒരു തരം നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്ന ഒരു ചിന്താചക്രത്തിൽ എപ്പോഴെങ്കിലും പെട്ടുപോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർ അനുഭവിക്കുന്നൊരു പ്രശ്നമാണ്. അപ്പോ ഈ നെഗറ്റീവ് ചിന്തകളെ എങ്ങനെ നേരിടാം? അതിനൊരു പരിഹാരമുണ്ടോ? ഉണ്ട്. വളരെ ശക്തമായൊരു ചട്ടുകൂട് തന്നെ നമുക്ക് പരിശോധിക്കാം. ശരി, നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. കണ്ടില്ലേ, ഈ ചോദ്യങ്ങൾ എന്ത് സംഭവിക്കും എന്നൊരൊറ്റ ചോദ്യത്തിൽ നിന്നാണ് ഇതിന്റെ എല്ലാം തുടങ്ങും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതവിടെ നിൽക്കില്ല. ഒരു ചിന്ത മറ്റൊരു ചിന്തയിലേക്ക്, അത് വേറൊന്നിലേക്ക്, അങ്ങനെ അവസാനം അതൊരു ഭയത്തിന്റെ വലിയ മലവെള്ളപ്പാച്ചിൽ പോലെയായി മാറും. അപ്പോ സൈക്കോളജിസ്റ്റുകൾ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്: ഡൂം സ്പൈറലിംഗ്, അതായത് വിനാശകരമായ ചിന്താചക്രം. ആ പേര് കേൾക്കുമ്പോൾ തന്നെയാണ് കാര്യവും. ഇത് നമ്മളെ ശരിക്കും നിശ്ചലരാക്കും. മുന്നോട്ട് ഒരടി വെക്കാൻ പോലും സമ്മതിക്കാതെ നമ്മുടെ തീരുമാനങ്ങളെടുക്കാനുള്ള കഴിവിന് വരെ ഇത് തളർത്തിക്കളയും. അത്രയ്ക്കും അപകടകരമായ ഒരു ചിന്താരീതിയാണിത്. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഇതൊരു വിഷ്യസ് സൈക്കിൾ, അതായത് ഒരു ദുഷിച്ച വലയം പോലെയാണ് പ്രവർത്തിക്കുന്നത്. നോക്കൂ, നമ്മുടെ ഉത്കണ്ഠ കാരണം നമ്മുടെ പ്രകടനം മോശമാവുന്നു. ആ മോശം പ്രകടനം കാണുമ്പോൾ നമുക്ക് വീണ്ടും ഉത്കണ്ഠ തൂടുന്നു. പിന്നെയും പ്രകടനം മോശമാവുന്നു. അങ്ങനെ നമ്മൾ സ്വയം സൃഷ്ടിക്കുന്ന ഒരു കെണിയിൽ നമ്മൾ തന്നെ പോയി വീഴുന്നു. അപ്പോ ഈ ചിന്തകളുടെ ചുഴിയിൽ നമ്മൾ പെട്ടുപോകുമ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ യഥാർത്ഥത്തിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ശരി, നമുക്കിതിന്റെ ശാസ്ത്രീയ വശമൊന്ന് നോക്കാം. കാരണം ആധുനിക ശാസ്ത്രത്തിന് ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പ്രശസ്ത ന്യൂറോ സയന്റിസ്റ്റായ ഈഥൻ ക്രോസ് അദ്ദേഹത്തിന്റെ ചാറ്റ് എന്ന ബുക്കിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഉള്ളിലെ ശബ്ദമില്ലേ, അത് ശരിക്കും ഒരു ഇരുതലവാള് പോലെയാണ്. അതായത് ഒരു വശത്ത് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും ചിന്തിക്കാനുമൊക്കെ നമ്മളെ സഹായിക്കുന്ന അതേ ശബ്ദം തന്നെ ചില സമയങ്ങളിൽ നമ്മൾ ഏറ്റവും വലിയ ശത്രുവായി മാറാനും സാധ്യതയുണ്ട്. ഇവിടെ നോക്കൂ, ആ വ്യത്യാസം നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഒരു വശത്ത് നമ്മളെ സഹായിക്കുന്ന, വിജയത്തിലേക്കുള്ള ഒരു ടൂളായി മാറുന്ന നമ്മുടെ ആന്തരിക ശബ്ദം, മറുവശത്ത് നമ്മളെ തന്നെ നിരന്തരം വിമർശിക്കുന്ന, ഒരു പ്രയോജനവുമില്ലാത്ത, നമ്മളെ നശിപ്പിക്കുന്ന ഒരു ചാറ്റർ അല്ലെങ്കിൽ ഒരുതരം കലപില ശബ്ദം. ഒരേ ശബ്ദത്തിന് എങ്ങനെ രണ്ട് രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന് നോക്കൂ. ഓക്കെ, അപ്പോൾ മോഡേൺ സൈക്കോളജിക്ക് ഇതിനെക്കുറിച്ച് പലതും പറയാനുണ്ട്. എന്നാൽ നമുക്ക് 1400-ലധികം വർഷങ്ങൾ പിന്നോട്ടു പോകാം. കാരണം പ്രവാചക പാരമ്പര്യത്തിൽ നമ്മുടെ ഈ ഉള്ളിലെ ശബ്ദത്തെ നിയന്ത്രിക്കാനും അതിനെ പോസിറ്റീവായി മാറ്റിയെടുക്കാനും കഴിയുന്ന കാലാതീതമായ വളരെ ശക്തമായ ഒരു മാർഗം കാണിച്ചു തരുന്നുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വാക്ക് ശ്രദ്ധിച്ചു കേൾക്കൂ. ഒരാൾ ജനങ്ങൾ നശിച്ചുപോയി എന്ന് പറഞ്ഞാൽ അവനാണ് അവരിൽ ഏറ്റവും നശിച്ചവൻ. ഇതിലൂടെ എന്താണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്? നമ്മുടെ വാക്കുകൾ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അത് നമ്മുടെ ചിന്തകളെ മാത്രമല്ല, നമ്മുടെ യാഥാർത്ഥ്യത്തെ തന്നെ രൂപപ്പെടുത്തുന്നു. നമ്മൾ എപ്പോഴും നെഗറ്റീവാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ കാണുന്ന ലോകവും നെഗറ്റീവായിരിക്കും. ഇതൊരു സാധാരണ പോസിറ്റീവ് തിങ്കിംഗ് അല്ല. ഇതിനെ നമുക്ക് റീഫ്രെയിമിംഗ് എന്ന് വിളിക്കാം. അതായത് ഒരു കാര്യത്തെ നോക്കിക്കാണുന്ന രീതിയെ തന്നെ മാറ്റുക. ഒരു ഉദാഹരണം നോക്കൂ. രോഗിയായ ഒരാളെ സന്ദർശിച്ചപ്പോൾ പ്രവാചകൻ എന്താ പറഞ്ഞത്? കുഴപ്പമില്ല, അല്ലാഹു ഉദ്ദേശിച്ചാൽ ഇതൊരു ശുദ്ധീകരണമാണെന്ന്. കണ്ടോ, രോഗം എന്ന നെഗറ്റീവായ ഒന്നിനെ ഒരു ശാപമായി കാണുന്നതിന് പകരം പാപങ്ങളിൽ നിന്നുള്ള ഒരു ശുദ്ധീകരണത്തിനുള്ള അവസരമായി അതിനെ അപ്പാടെ മാറ്റിയെടുത്തു. ഇതാണ് റീഫ്രെയിമിംഗ്. അപ്പോ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ ഒരു ശുഭാപ്തി വിശ്വാസം ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലും മാത്രം ആവശ്യമുള്ള ഒന്നല്ല. അല്ല, അല്ലാഹുവിനെക്കുറിച്ച് നല്ലത് ചിന്തിച്ചുകൊണ്ടല്ലാതെ നിങ്ങളിലൊരാളും മരിക്കരുത് എന്ന പ്രവാചക വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിലെ അവസാന ശ്വാസം വരെ, അതെ, മരിക്കുന്ന ആ നിമിഷം വരെ നമ്മളെ മുറുകെ പിടിക്കേണ്ട ഒരു അടിസ്ഥാന വിശ്വാസമാണിത്. ഈ പ്രവാചക ശുഭാപ്തി വിശ്വാസത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു ഉദാഹരണം നമുക്ക് കാണാൻ കഴിയുക ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിലാണ്: ഖന്തക് യുദ്ധത്തിന്റെ സമയം. ഒന്നാലോചിച്ചു നോക്കൂ. ചുറ്റും ശത്രുക്കൾ ഉപരോധിച്ചിരിക്കുന്നു. എണ്ണത്തിൽ അവർ വളരെ കുറവാണ്. നേരിടേണ്ടത് 10,000-ഓളം വരുന്നൊരു സൈന്യത്തെയാണ്. പരാജയം ഉറപ്പായൊരു നിമിഷം. ഭക്ഷണത്തിനു പോലും ക്ഷാമം. ആ സമയത്ത് പ്രതിരോധത്തിനായി കിടങ്ങു കുഴിക്കുന്നതിനിടയിൽ ഒരു വലിയ പാറ പൊട്ടിക്കുമ്പോൾ അതിൽ നിന്ന് തീ പൊരിച്ചിതർന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞതെന്നറിയാമോ? അതിജീവനത്തെക്കുറിച്ചായിരുന്നില്ല അദ്ദേഹം സംസാരിച്ചത്.
അല്ല, മറിച്ച് അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ തീപ്പൊരിയിൽ എനിക്ക് സിറിയയുടെ താക്കോലുകൾ നൽകപ്പെട്ടു, രണ്ടാമത്തേതിൽ പേർഷ്യയുടെ താക്കോലുകൾ, മൂന്നാമത്തേതിൽ യമനിന്റെ താക്കോലുകളും എന്നാണ്. ആലോചിച്ചു നോക്കൂ, ആ നിരാശയുടെ പടുകുഴിയിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിച്ചത് വിജയത്തിന്റെ ഒരു ശോഭനമായ ഭാവിയെക്കുറിച്ചാണ്. ഈ പ്രവാചക മാതൃകയുടെയെല്ലാം അടിസ്ഥാനം എവിടെ നിന്നാണ് വരുന്നത്? അത് ഖുർആനിൽ നിന്നാണ്. ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, അല്ലാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശരാവരുത്. തീർച്ചയായും അല്ലാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാണ്. ഇത് നമ്മുടെ ഉള്ളിലെ ആ നിരാശയുടെ ശബ്ദത്തിനുള്ള നേരിട്ടുള്ള ഒരു മറുപടിയാണ്. പ്രത്യാശയുടെ വാതിലുകൾ എപ്പോഴും തുറന്നു കിടക്കുകയാണെന്നോ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ശരി, അപ്പോൾ ഈ വിശ്വാസവും പ്രത്യാശയുമൊക്കെ എങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം? ഈ വിനാശകരമായ ചിന്താചക്രത്തെ പൊട്ടിച്ചെറിയാൻ പ്രായോഗികമായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് തവക്കുൽ. എന്താണ് തവക്കുൽ? ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസവും ഭരമേൽപ്പിക്കലും. അതായത് നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമിക്കുക, അതിനുശേഷം ഫലത്തെക്കുറിച്ചോർത്ത് ഉത്കണ്ഠപ്പെടാതെ അത് ദൈവത്തിൽ ഭരമേൽപ്പിക്കുക. നമ്മുടെ നിയന്ത്രണത്തിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആ ഭാരമില്ലേ, അതിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ ഈ ഒരൊറ്റ ആശയം മതി. അപ്പോ ഈ നെഗറ്റീവ് ചിന്തകളെ നേരിടാനുള്ള പ്രവാചക മാതൃകയെ നമുക്ക് വളരെ സിമ്പിളായി 3 സ്റ്റെപ്പുകളായി തിരിക്കാം. ഒന്നാമതായി, വരുന്ന പ്രതിസന്ധികളെ ഒരു പുതിയ കാഴ്ചപ്പാടിൽ കാണുക, അതിനെ ഒരു അവസരമായി റീഫ്രെയിം ചെയ്യുക. രണ്ടാമതായി, തവക്കുൽ ശീലിക്കുക, ദൈവത്തിൽ പൂർണ്ണമായി ഭരമേൽപ്പിക്കുക. മൂന്നാമതായി, വെറുതെ ഇരിക്കാതെ പ്രത്യാശയോടെ പ്രവർത്തിക്കുക. ഈ പ്രത്യാശ എന്ന് പറയുന്നത് വെറുതെ പ്രതീക്ഷിച്ചിരിക്കലല്ല, അത് പ്രവർത്തിക്കാനുള്ളൊരു ആഹ്വാനം കൂടിയാണ്. പ്രവാചകന്റെ ഈ വാക്ക് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ലോകാവസാനം സംഭവിക്കാൻ പോകുകയാണെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിലൊരു തൈയുണ്ടെങ്കിൽ അത് നടുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ മുന്നിൽ പോലും പ്രവൃത്തിയുടെ, പ്രത്യാശയുടെ പ്രാധാന്യം എത്ര വലുതാണെന്നാണ് ഈ പ്രവാചക വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിലൂടെ നമ്മൾ പഠിക്കുന്ന പാഠമെന്താണ്? ഫലം എന്താകും എന്ന് ചിന്തിച്ചു ടെൻഷൻ അടിക്കുന്നതിന് പകരം നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ഓരോ നല്ല പ്രവൃത്തിയും ഒരു ആരാധനയാണ്. ഒരു നല്ല വാക്കു പറയാൻ കിട്ടുന്ന അവസരം, അല്ലെങ്കിൽ ഒരു ചെറിയ സഹായം, ഒരു പുഞ്ചിരി, ഇതെല്ലാം നിരാശയുടെ ഇരുട്ടിനെ മായ്ച്ചുകളയുന്ന ചെറിയ ചെറിയ പ്രകാശകിരണങ്ങൾ പോലെയാണ്. ഓക്കെ, അപ്പോ ഈ പ്രവാചക സമീപനത്തിൽ നിന്നെല്ലാം നമുക്ക് ചുരുക്കിയെടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്തായിരിക്കും? ആധുനിക ന്യൂറോ സയൻസിന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഈ ഡൂം സ്പൈറലിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ തലച്ചോറിലെ ഒരു തകരാറാണ്, ഒരു കോഗ്നിറ്റീവ് പാറ്റേൺ. എന്നാൽ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോഴോ അത് വെറും ഒരു തകരാറല്ല, മറിച്ച് അല്ലാഹുവിനെ ഓർക്കാനും നമ്മുടെ ഉള്ളിലെ ശബ്ദത്തെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനും പ്രത്യാശയോടെ പ്രവർത്തിക്കാനുമുള്ള ഒരു അവസരമാണ്, ഒരു ആഹ്വാനമാണ്. ഇവിടെ നമ്മൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രവാചക ശുഭാപ്തി വിശ്വാസം എന്ന് പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കുന്ന ഒന്നല്ല, യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടലല്ല, മറിച്ച് അതൊരു ഹൃദയത്തിന്റെ അച്ചടക്കമാണ്. ഒരു തോട്ടക്കാരൻ തന്റെ തോട്ടത്തിലെ കളകൾ പറിച്ച് നല്ല ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതുപോലെ നമ്മുടെ ഹൃദയത്തിലെ നെഗറ്റീവ് ചിന്തകളാകുന്ന കളകളെ പിഴുതുമാറ്റി പ്രത്യാശയുടെ പൂക്കൾ വിരിയിക്കുന്ന ഒരു പരിശീലനമാണിത്. അപ്പോ അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഈ വിനാശകരമായ ചിന്താചക്രത്തെ തകർക്കുക എന്നതിനർത്ഥം നമ്മുടെ ഉള്ളിലെ ശബ്ദത്തെ ഇല്ലാതെയാക്കുക എന്നല്ല, അതിനെ നിശബ്ദമാക്കാൻ ശ്രമിക്കുകയുമല്ല വേണ്ടത്, മറിച്ച് അതിനെ പരിശീലിപ്പിക്കുകയാണ് വേണ്ടത്. പ്രത്യാശയും വിശ്വാസവും ലക്ഷ്യബോധവും പ്രതിധ്വനിപ്പിക്കാൻ അതിനെ നമ്മൾ പഠിപ്പിക്കണം. അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ഉള്ളിലെ ആ ശബ്ദത്തെ നിങ്ങൾ എങ്ങനെ പരിശീലിപ്പിക്കാൻ പോകുന്നു?